അസ്സലാമലൈക്കും ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ഒരു സ്നാക്കായിട്ട് ഉണ്ടാക്കാൻ പോണത്. അതായത് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ബ്രെഡ് പോക്കറ്റ് ഷവർമ്മയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാട്ടത്. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ അധികം പണിയൊന്നുമില്ല കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അതിന് മുമ്പായിട്ട് വീഡിയോ കാണാൻ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അതുകൂടെ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മാവ് കലക്കിയെടുക്കുന്ന സമയത്ത് ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് കട്ടി കൂടി പോവുകയും ചെയ്യരുത്. അപ്പോൾ വെള്ളം ഒന്നിച്ച് ഒഴിച്ചെടുക്കാതെ ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചെടുത്തിട്ട് കലക്കിയെടുത്താൽ മതി. അപ്പോൾ അതാ ഇതുപോലെ ഈ ഒരു ലൂസിൽ വേണം കേട്ടോ അത് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബ്രെഡ് ഈ ഒരു മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ട് പോക്കറ്റ് പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യണത്. അപ്പോൾ അതാ ബ്രെഡ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബ്രെഡിൻ്റെ സൈഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കളയാട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാതെ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ അത് നമ്മൾ നേരത്തെ കലക്കിയെടുത്തിട്ടുള്ള മൈദമാവാണ്. അതുപോലെ തന്നെ റസ്ക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. മൈദമാവിൽ മുക്കിയിട്ട് റസ്ക് പൊടിയിൽ ഡിപ്പ് ചെയ്തിട്ടാട്ടോ നമ്മൾ ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി റസ്ക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് പൊടിച്ചിട്ട് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡ് ഇതുപോലെ കൂട്ടിപ്പിടിച്ചിട്ട് നമ്മൾ ഈ കലക്കിയെടുത്തിട്ടുള്ള മൈദയിലൊന്ന് മുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ 4 സൈഡുകളും ഇതുപോലെ മൈദയിൽ മുക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 2 ഭാഗം കൂടെ മൈദയിൽ മുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കേട്ടോ അതിൻ്റെ 2 ഭാഗം കൂടി ഒന്ന് മൈദയിൽ മുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ മൈദയിൽ മുക്കിയെടുത്തിട്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റസ്ക് പൊടിയിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇതുപോലെ റസ്ക് പൊടിയിലിട്ടിട്ട് അതിൻ്റെ എല്ലാ ഭാഗവും നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ 4 സൈഡും കൂടെ നല്ലതുപോലെ ഒന്ന് റസ്ക് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ ഇത് നല്ലതുപോലെ റസ്ക് പൊടിയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നേരെ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ റസ്ക് പൊടിയിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ മറ്റേ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ 2 ഭാഗം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ 2 ഭാഗവും നല്ലതുപോലെ ഫ്രൈ ആയി കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു കളറായി വരുന്ന സമയത്ത് നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാട്ടത്. ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ ഇത് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉൾഭാഗത്ത് നല്ല സ്പേസ് ഉണ്ടാവും കേട്ടോ. ഇനി പൊങ്ങി വന്നിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണോ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ളത് അത് ഫില്ല് ചെയ്യാനുള്ള സ്പേസൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 8 ബ്രെഡ് വെച്ചിട്ടാട്ടോ ഞാനിങ്ങനെ 4 ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ 8 പീസ് കിട്ടും കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് ഒരു കത്രിക വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ നടുഭാഗത്തായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 പീസ് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഒന്ന് തുറന്ന് നോക്കട്ടെ ഇതിൻ്റെ ഉൾഭാഗം സ്പേസ് ഉണ്ടോയെന്ന് അറിയാലോ. അപ്പോൾ കണ്ടില്ല ഇതുപോലെ നല്ല സ്പേസ് ഉണ്ടാവും കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള കൂട്ടൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള 4 ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 8 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള ആ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബൗളിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതാ ഒരു കക്കരി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ലെറ്റ്യൂസ് അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. കുറച്ച് ഞാൻ മാറ്റി വെക്കുകയാണ്. പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 2-3 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ 2-3 ടീസ്പൂൺ മയണൈസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ചീസ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. ഇനി അത് ചേർത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡിൻ്റെ പോക്കറ്റ് ഉണ്ടല്ലോ അതിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് 2 ടീസ്പൂൺ ഫില്ലിംഗ് എടുത്തിട്ട് ഞാൻ ഈ ബ്രെഡ് പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എത്ര ഫില്ലിംഗ് ആണോ വേണ്ടത് അത്രയും ഇതിൻ്റെ ഉള്ളിൽ നിറച്ചെടുക്കാം കേട്ടോ. കാണുമ്പോൾ അത്രക്കൊന്നും തോന്നിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 ടീസ്പൂൺ വരെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിറച്ചെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ആട്ടോ ഈ ബ്രെഡ് പോക്കറ്റ് ഷവർമ്മ. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് ഇവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പോക്കറ്റ് ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ചേർക്കണം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.